ഒരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു എനിക്കറിയത്തില്ല, ഒരു ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുകയാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറലങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അതായത് ഈ ചേട്ടൻ പറയുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ? നമ്മുടെ തൊപ്പിയുടെ എക്സ് ലവറായിട്ടുള്ള ഫെസ്മിന സാക്കറിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഫെസ്മിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നാടിനെ മുഴുവൻ അങ്ങ് നന്നാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. കാരണം ഇടയ്ക്ക് നമ്മുടെ അക്ബർ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി കുറേ സംഭവങ്ങളൊക്കെ ഇട്ടായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ഇനി ചെകഞ്ഞ് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സീനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പുള്ളിക്കാരി വേറൊരാളുമായിട്ട് പോയിട്ട് ഗർഭിണിയായതും പിന്നെ അത് അബോർഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കാരി ഒന്ന് ഒതുങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ മറ്റുള്ളവർ അവിഹിതം കണ്ടുപിടിക്കാനല്ല, ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കള്ള് കുടിച്ച് നടക്കുന്നവരെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നമ്മുടെ ഫെസ്മിന എന്ന് പറയുന്ന നമ്മുടെ ഫെസ്മിന കുട്ടി. ഓക്കെ, ഇവിടെ ഒരു ചേട്ടൻ്റെ വണ്ടിയിൽ ഈ ഫെസ്മിനയും ഫെസ്മിനയുടെ ഫ്രണ്ടും കൂടെ പോയി കയറുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ സ്റ്റുഡിയോ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം എൻ്റെ വല്യപ്പനോടോ വല്യമ്മയോടോ ഒക്കെ ഈ സ്റ്റുഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കുന്നത് എന്താണ്? സ്റ്റുഡിയോ എന്നാണ്. ഈ ചേട്ടനും ഇവിടെ കേട്ടത് അങ്ങനെ തന്നെയാണ്, സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ. വലിയ പൈസയുള്ളവരും അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ പോയിട്ട് എപ്പോഴും പോകുന്ന സ്ഥലമാണ് സ്റ്റുഡിയോയും എന്നൊക്കെ. അല്ലാത്തവരും പോകാറുണ്ട്. പക്ഷേ എന്നാലും പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ സ്റ്റുഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കേൾക്കുന്നത് ചിലപ്പോൾ സ്റ്റുഡിയോ എന്നായിരിക്കും. കാരണം അവർ ഈ സ്റ്റുഡിയോ എന്നൊന്നും കേട്ടിട്ടില്ല. സോ അതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതറിയാത്ത അറിയാത്ത ആൾക്കാർ ഇല്ലെന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്മിനെ ഇട്ടിരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കും. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റി അയാൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയാം ഇല്ല കയറുന്നു. ഞാൻ വണ്ടി കയറിയില്ലേ. അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് ആളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ അയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈവൻ ആ പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് വെച്ചോ, ഉണ്ടെങ്കിൽ നമ്പർ എടുത്തിട്ട് നീ പോയിട്ട് കേസ് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നീ എല്ലായിടത്തും അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഷെയർ ചെയ്ത് അങ്ങേരെ അങ്ങ് നശിപ്പിക്കുക എന്നുള്ള രീതിയിലല്ല. അപ്പം തന്നെ നിനക്ക് കൊണ്ട് കേസ് കൊടുക്കാമായിരുന്നു. അല്ലാതെ സോഷ്യൽ മീഡിയയല്ല കോടതി എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. കാരണം നിനക്കൊക്കെ റീച്ചാണ് വേണ്ടേ, അല്ലെങ്കിൽ നിനക്ക് ഒന്ന് ഏറി കയറണമായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് വ്യൂസ് ഇല്ലായിരിക്കും. കാരണം നീ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നിനക്ക് കുറേ പൈസ കിട്ടുമായിരിക്കും. പക്ഷേ ഇവരെ പോലെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ അവരുടെ അന്നമാണ് ആ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നതെന്ന് പറയുന്നത്. നീയൊക്കെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളിട്ട് കളിക്കുന്നിടത്ത് അവരൊക്കെ എന്ന് പറയുന്നത് ഒരു ഒരു 100, 200 ഒരു ദിവസം ഒരു 1000 രൂപ കിട്ടിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പം നീയൊക്കെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ നീയൊക്കെ എന്താണെങ്കിലും ഒരു വീഡിയോ, ഇപ്പം നിനക്കൊക്കെ കുറച്ച് ഫെയിം ഉള്ളതുകൊണ്ട് എന്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും 100 പേര് കാണാനുണ്ട്. അപ്പം അതിൽ നിന്ന് നിനക്ക് കിട്ടും. ഇതുപോലെ മറ്റുള്ളവരെ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലെ പോകുന്ന വഴിക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിൻ്റെ റീച്ചാണ്, നിനക്ക് വ്യൂസാണ്. അപ്പം നിനക്കും പൈസ ഇല്ലാതെ വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഡെയിലി കൂലിക്ക് പണിക്ക് പോയിട്ട് വന്ന് ജീവിക്കുന്നവൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം ബിക്കോസ് എൻ്റെ അച്ഛൻ ഒരു കൃഷിപ്പണിക്കാരനാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാം നിൻ്റെയൊക്കെ കോടതി എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമോ ഒന്നും ഉള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിനക്ക് അങ്ങനെ ഒരു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊണ്ട് കേസ് കൊടുക്കാം. കേസ് കൊടുക്കാതെ ഇയാളുടെ നമ്പർ പ്ലേറ്റും ഇട്ട് വീഡിയോ ഇട്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും അവരുടെ വണ്ടിയിൽ കയറാത്തൊരവസ്ഥയാണ്. ഈ പുള്ളി ഈ കള്ള് പോലും കുടിക്കാത്തൊരു വ്യക്തിയാണ്. അത് അവിടെയുള്ള ഈ പുള്ളിയുടെ മകനും അതുപോലെ തന്നെ അവിടെയുള്ള ഒരാൾക്കാരും പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു. വണ്ടിയെ കയറിയിട്ട് സ്റ്റുഡിയോയുടെ അടുത്തുള്ള ഏതോ ഷോപ്പിൽ ഇടാൻ പറഞ്ഞു. അച്ഛന് സ്റ്റുഡിയോ ചെയ്യാൻ പഴയ ആൾക്കാരല്ലേ, അവർക്ക്
സ്റ്റുഡിയോ എന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു വഴി പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം, സ്റ്റുഡിയോ ആണെങ്കിൽ ഇവിടെ ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ പെൺകൊച്ച് കിടന്ന് റേസായി ചൂടായി ഒച്ചയിടുക ചെയ്തതെന്നാണ് പറഞ്ഞു. വണ്ടിയിലിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ തൊടുപുഴ ടൗണിൽ കിടന്നിട്ട് സ്റ്റുഡിയോ പറഞ്ഞാൽ അറിയത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റേസ് ആവുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 മീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് 2 പേരും ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോയും ഷൂട്ട് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്ത്. ഇതാണ് ഉണ്ടായത്. അച്ഛനാണെങ്കിൽ പ്രഷറിന് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഇത് അച്ഛനെ എത്രത്തോളം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം അത് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊക്കെ കുറേ ആൾക്കാരുണ്ട് ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ നിന്നെ നോക്കാനും അല്ലെങ്കിൽ നിന്റെ എന്ത് ഊള വീഡിയോ ആണെങ്കിലും കാണാനും കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഹളിക്കരുത് കേട്ടോ. നാളെ നിൻ്റെയൊക്കെ ഒരു വീഡിയോ കാണാൻ ഒരാൾ പോലും ഇല്ലെങ്കിൽ അറിയാം നിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നീയൊക്കെ ഒരു സാധനം എടുത്ത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നീയൊക്കെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോഴത്തേന് കുറേ ആൾക്കാർ കാണുന്നതുകൊണ്ടാണ് നിനക്ക് പൈസ കിട്ടുന്നത്. അതില്ലാത്ത വരുന്ന അല്ലെങ്കിൽ അതില്ലാത്ത ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ലക്ഷങ്ങൾ കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ഈ എല്ലാവർക്കും സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പഴയ ആൾക്കാർ ഇപ്പോൾ എൻ്റെ വല്യമ്മയോട് പോയി പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ സ്റ്റുഡിയോ എന്നാണ് അവർ ചിലപ്പോൾ കേൾക്കുന്നത്. ഇവിടെ തൊടുപുഴയാണെന്ന് പറഞ്ഞ് അവിടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ അറിയണ്ടേ. ഇപ്പം ഞാനിപ്പം ഇടുക്കിക്കാരിയാണ്, അവിടുത്തെ എല്ലാ സംഭവവും എനിക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഓട്ടോ ഓടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം അറിയണമെന്നില്ല. നിൻ്റെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, നിനക്ക് ആ മാപ്പ് ഇട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നുവല്ലോ. അതിൽ നിനക്കൊന്നും പോകത്തൊന്നുമില്ലല്ലോ. ആ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി എന്തായാലും കൊണ്ടുവിടത്തില്ലേ? നാണം. അതും ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതമാർഗം തന്നെ ഇങ്ങനെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നീയൊക്കെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നീയും മറ്റേ തൊപ്പിയുടെ വാലായിട്ട് വന്നതുകൊണ്ടാണ് നിനക്കും കാണാൻ ആൾക്കാർ, അല്ലെങ്കിൽ നിന്റെ വീഡിയോയും കാണാൻ ആൾക്കാർ ആരും കാണത്തില്ല. പിന്നെ മോളെ സ്വന്തമായിട്ട് നന്നാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക എന്നാണ് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത്. കാരണം നിൻ്റെയൊക്കെ കുറേ കഥകൾ കുറച്ച് നാൾ മുന്നേ അറിയാം, നമുക്ക് നല്ലപോലെ അറിയാം, കോൺട്രവേഴ്സിയൊക്കെ അറിയാമല്ലോ. ഒരു കൊച്ചിനെ പോയി അബോട്ട് ചെയ്തവളാണ് നീ അല്ലേ? അപ്പോൾ പിന്നെ നമുക്കറിയാം നിൻ്റെയൊക്കെ നിലവാരവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം സ്വന്തമായിട്ട് ആദ്യം നന്നാകുക, എന്നിട്ട് മറ്റുള്ളവരുടെ ഇതാക്കുക കേട്ടോ. അപ്പം ഇതാണ് അവരുടെ മോൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പം ആ പുള്ളിയുടെ വണ്ടിയിലൊന്നും ആരും ഇപ്പം കയറാത്തൊരവസ്ഥയാണ്. കാരണം എന്തിനാണ് ഇങ്ങനെ ഇട്ട് നാറ്റിക്കുന്നത്? നിനക്ക് ഈവൻ ആ പുള്ളി കുടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ നിനക്ക് പോലീസിൽ പോയി കേസ് കൊടുക്കാം, അത് വീഡിയോ എടുത്ത് പോലീസിൽ കൊണ്ടു കൊടുക്കാം. അല്ലാതെ നീ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കുവല്ല വേണ്ടത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കേസ് കൊടുക്കുകയല്ല വേണ്ട. കാരണം ഇതിനൊക്കെ എതിരെ ഉള്ള ഇതെടുക്കുക. കാരണം പ്രൂഫില്ലാതെ ഒരാളെ ഇങ്ങനെ ഡീഫെയിം ചെയ്യുന്ന ഇറ്റ്സ് നോട്ട്. പുള്ളി ഇനി കേസ് കൊടുത്ത് ഡിഫെയിമിന് കേസ് കൊടുത്തിട്ട് അത് സെറ്റായെന്ന് പറഞ്ഞെങ്കിൽ പോലും പലവരും ഇനി ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ കാണും. കാരണം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അത്രയും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതുപോലെയുള്ള ക്രിമികളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുണ്ട്, എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് നന്നാവുക, എന്നിട്ട് നീ മറ്റുള്ള നാട് നന്നാക്കാനും മറ്റുള്ളവരെ നന്നാക്കാനും ഇറങ്ങും. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ? സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവർ പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. ATL 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞു. കൊടുക്കാം. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കണം ഇത് ഇനി നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു പാഠം. ആള് കേസൊക്കെ ആയിട്ട് എന്തായാലും മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മളുടെ മോളെ നല്ലത്
നാട് ഇങ്ങനെ നന്നാക്കണം കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ സ്വന്തമായിട്ടും കൂടെ ഒന്ന് നന്നാവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.